കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതായത് ദിക്കിന്റെ കെട്ടഴിക്കുന്ന പ്രാർത്ഥനയാണിത്. 4 ദിക്കുകളുടെയും ബന്ധനങ്ങൾ അഴിക്കുന്ന പ്രാർത്ഥനയാണിത്. 4 ദിക്കുകളിൽ നിന്ന് ദൈവമക്കളെ തടയുന്ന തിന്മയുടെ അരൂപികളുണ്ട്. അപ്പോൾ ഓരോ ദേശത്തിന്റെയും ദിക്കുകളെ 4 വശത്തേക്കും തിരിഞ്ഞു നിന്ന് ആശീർവദിക്കാൻ സഭയെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായിരുന്നത്. അസാധാരണമായ പ്രാർത്ഥനകളുണ്ട്, അസാധാരണമായ പ്രാർത്ഥനകൾ. അപ്പൊ ഇത് നമ്മൾ ചൊല്ലണം. ഇത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ലോകത്ത് നടക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താന്റെ രാജ്യമുണ്ട്. അധപതിച്ച മാലാഖമാരാണ് പിശാചുക്കൾ. ആ പിശാചുക്കളുടെ ഒരു സാമ്രാജ്യമുണ്ട്. ഇതാണ് ബൈബിളിന്റെ ദൈവശാസ്ത്രം. ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ശ്രദ്ധിച്ചിരിക്കാം. പക്ഷെ ദൈവമാണ് സ്രഷ്ടാവ്, പിശാച് സൃഷ്ടി മാത്രമാണ്. പിശാചിന് ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാനോ നശിപ്പിച്ചു കളയാനോ പറ്റില്ല. പക്ഷേ പിശാചിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തൽക്കാലത്തേക്ക് യേശുവിന്റെ 2ാം വരവ് വരെ, പിശാച് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നത് വരെ പിശാചിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ ദേശത്തിനും കാവൽ മാലാഖമാർ, ദൂതന്മാരുള്ളതുപോലെ ഓരോ ദേശത്തും ദൈവമക്കളെ തടയുന്ന പൈശാചിക രൂപികളുണ്ട്. ഇവിടെ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദൂരത്തിന്റെ മേൽ അധികാരം ഉണ്ടെന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 1000 കിലോമീറ്റർ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കുകളിലേക്കും ഈ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി ഒഴുകാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമോ? സംഭവിക്കും. അത് സംഭവിക്കും. നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിന്റെയും ആത്യന്തികമായ കാരണം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മറ്റ് പലതിനും കൊടുത്തതാണ്. അതുകൊണ്ട് സൊല്യൂഷൻ എന്താണ്? ദൈവാരാധനയാണ് ലോകത്തെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം. ഇത് നിങ്ങൾ വിശ്വസിച്ചോണം. ജെനുവിനായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഒരു ദേശത്ത് വന്നാൽ ആ ദേശം പെട്ടെന്ന് രക്ഷപ്പെടാൻ തുടങ്ങും. സൊല്യൂഷൻ അതാണ്. അതായത് എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു, കർത്താവിന്റെ രാജ്യം വളരുന്നത് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളിലൂടെയാണ്. ബാബിലോൺ സാമ്രാജ്യം തകർന്നത് 4 ചെറുപ്പക്കാര് വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ച് 70 കൊല്ലം ജീവിച്ചപ്പോഴാണ്. ഓർത്തിരിക്കണം. ശരിക്കുള്ള ദൈവാരാധന ഇവിടെ നടന്നാലും അവിടെ സാത്താന്റെ സാമ്രാജ്യം തകരും. അതുകൊണ്ട് ഇതൊരു മോഡൽ പ്രയർ ആണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമാണ് യേശുവിനെ ആരാധിക്കുന്നത്. നമ്മൾ യേശുവിനെ ഉയർത്തിയാൽ പരിശുദ്ധാത്മാവ് ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും വർഷിക്കും. യേശുവിനെ കുറിച്ച് നമ്മൾ എന്ത് നന്നായിട്ട് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് അപ്പം തന്നെ പ്രവർത്തിക്കും. യേശുവിനെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പോവാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. പറയാനുള്ളത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചാൽ അതൊരു വലിയ അനുഗ്രഹം. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോ. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ കഴിക്കുമ്പോൾ നിങ്ങൾ കൈയാത്തിട്ടാൽ മതി. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ആ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ ഈ ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ചൊല്ലി പ്രാർത്ഥിച്ചു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. കുനിഞ്ഞ് കുരിശ് വരച്ച് ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.